ഹായ് ഓൾ, എല്ലാവർക്കും കരിയർ മേക്കറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെത്തിയിരിക്കുന്നത് SSC NTPC അതായത് RRB NTPC പോലുള്ള എക്സാമുകളുടെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ടാണ്. അപ്പോൾ സയൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണുക. അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല, നമുക്ക് നേരെ ഈ ഒരു വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സെല്ലുലാർ കമ്പോണൻസ് ഈസ് ആബ്സെൻറ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ പ്രൊക്യാരിയോട്സ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെല്ലുലാർ കമ്പോണൻസ് ഈസ് ആബ്സെൻറ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ പ്രൊക്യാരിയോട്സ്? എന്താണെന്ന് നേരത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. പ്രൊക്യാരിയോട്സ് എന്താണ്, യൂക്യാരിയോട്സ് എന്താണ്, നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടുള്ള സാധനമാണ്. എന്താണ് പ്രൊക്യാരിയോട്സ് എന്ന് പറയാം? ന്യൂക്ലിയസിന് ചുറ്റും ന്യൂക്ലിയർ മെമ്മറൈൻ കാണപ്പെടുന്നില്ലെങ്കിൽ, അതായത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള സെല്ലുകളെയാണ് പ്രൊക്യാരിയോട്സ് എന്ന് പറയാം. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ അവരെന്ത് പറയും? യൂക്യാരിയോട്സ് എന്ന് പറയും. അപ്പോൾ അവിടെ തന്നെ മനസ്സിലാക്കാം, ന്യൂക്ലിയർ മെമ്മറൈൻ ഇല്ല എങ്കിൽ പ്രൊക്യാരിയോട്സും, ന്യൂക്ലിയർ മെമ്മറൈൻ ഉണ്ട് എങ്കിൽ എന്താണ്? യൂക്യാരിയോട്സും. അങ്ങനെയാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെല്ലുലാർ കമ്പോണൻസ് ഈസ് ആബ്സെന്റ് ഇൻ പ്രൊക്യാരിയോട്സ്? പ്രൊക്യാരിയോട്സിൽ ഇല്ലാത്ത സെല്ലുലാർ കമ്പോണന്റ്. ഓപ്ഷൻസ് നോക്കിക്കേ: ന്യൂക്ലിയർ മെമ്മറി, റൈബോസോം, സെൽ വാൾ, സൈറ്റോപ്ലാസം. ഓൾറെഡി ഡെഫിനേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇല്ലാത്ത പാർട്ട് ഏതാണ്? ന്യൂക്ലിയർ മെമ്മറി. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല. അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ എ. ഓപ്ഷൻ എ, ന്യൂക്ലിയർ മെമ്മറി. ആൻസർ ആയിട്ട് വരിക ന്യൂക്ലിയർ മെമ്പറൈൻ ആണ്. കാരണം എന്താണ്? വെൽ ഡിഫൈൻഡ് ആയിട്ടൊരു ന്യൂക്ലിയസ് ഇല്ല. ആർക്കാണ് ഇല്ലാത്ത? പ്രൊക്യാരിയോട്സ്. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കിയാൽ റൈബോസോം. റൈബോസോമിന്റെ പ്രത്യേകത എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന, സെല്ലിനകത്ത് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന സെൽ ഓർഗനിലാണ് റൈബോസോം എന്ന് പറയുക. മൂന്നാമത്തെ സെൽവാൾ. സെൽവാൾ എന്താണ്? സെൽവാൾ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് സെല്ലിന്റെ കേസിലും അതേപോലെ ഫംഗസിലും അതേപോലെ ബാക്ടീരിയാസിലും മാത്രം കാണുന്ന ഒരു സെൽ ഓർഗനാണ്. ആനിമൽ സെല്ലിൽ ഇല്ലാത്ത ഒരു സെൽ ഓർഗനാണ് സെൽവാൾ എന്ന് പറയുക. പ്ലാന്റ് സെല്ലിന്റെ കേസിൽ സെൽവാൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കപ്പെടുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. സെല്ലുലോസ് യൂസ് ചെയ്താണ് പ്ലാന്റ് സെല്ലിൽ സെൽവാൾ ഫോം ചെയ്യുക. ഫംഗയുടെ കേസിൽ കൈറ്റിൻ യൂസ് ചെയ്താണ് സെൽവാൾ ഫോം ചെയ്യുക. ബാക്ടീരിയയുടെ കേസിൽ പെപ്റ്റിഡോഗ്ലിക്കാൻ എന്ന് പറയുന്ന കമ്പോണന്റ് യൂസ് ചെയ്തിട്ടാണ് സെൽവാൾ ഫോം ചെയ്യുക. ആ മൂന്നും എന്താണ്? സെല്ലുലോസ്, കൈറ്റിൻ, പെപ്റ്റിഡോഗ്ലിക്കാൻ. മൂന്നും എന്താണ്? ഫോംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ് വേൾഡിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ട് കാണുന്ന കാർബോഹൈഡ്രേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സെല്ലുലോസ് ആണ്. സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ് ഏതാണ്? കൈറ്റിൻ ആണ്. മൂന്നാമത്തത് പെപ്റ്റിഡോഗ്ലിക്കാൻ. മൂന്നാമത്തെ അല്ല, പെപ്റ്റിഡോഗ്ലിക്കാൻ എന്താണ്? സെൽ വാൾ ഓഫ് ബാക്ടീരിയ ഈസ് മെയ്ഡ് ഓഫ് എ കാർബോഹൈഡ്രേറ്റ് നോൺ ആസ് പെപ്റ്റിഡോഗ്ലിക്കാൻ. കാർബോഹൈഡ്രേറ്റിന്റെ മറ്റൊരു ഫോമാണ്. അപ്പോൾ നാലാമത്തെ ഓപ്ഷൻ എന്താണ്? സൈറ്റോപ്ലാസം ആണ് നാലാമത്തെ ഓപ്ഷൻ ആയിട്ട് പറയാം. സൈറ്റോപ്ലാസത്തിന്റെ പ്രത്യേകത എന്താണ്? സൈറ്റോപ്ലാസം ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പ്രോട്ടോപ്ലാസം. എന്താണ് പ്രോട്ടോപ്ലാസം എന്ന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സെല്ലിനകത്തുള്ള മെട്രിക്സ് പാർട്ട് അല്ലെങ്കിൽ ഫ്ലൂയിഡ് പാർട്ടിനെയാണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോപ്ലാസത്തിന് പ്രധാനമായിട്ടും 2 പാർട്ടുകളുണ്ട്. പ്രോട്ടോപ്ലാസിനെ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ ഈ പറയുന്ന ന്യൂക്ലിയർ മെമ്മറൈൻ അകത്തുള്ള പ്രോട്ടോപ്ലാസവും 2 ന്യൂക്ലിയർ മെമ്മറൈന് പുറത്തുള്ള പ്രോട്ടോപ്ലാസവും. അപ്പോൾ ഈ ന്യൂക്ലിയർ മെമ്മറൈൻ്റെ പുറത്തുള്ള പ്രോട്ടോപ്ലാസമാണ് സൈറ്റോപ്ലാസം എന്ന് പറയുക. ന്യൂക്ലിയർ മെമ്മറൈൻ്റെ അകത്തുള്ള പ്രോട്ടോപ്ലാസം ആണെങ്കിൽ ഇത് പറയും ന്യൂക്ലിയോപ്ലാസം എന്ന് പറയും. ന്യൂക്ലിയസിന്റെ കമ്പോണന്റ് ആയിട്ട് പറയുന്നത് നമ്മൾ ന്യൂക്ലിയോപ്ലാസം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയും. കാരണം എന്താണ്? ന്യൂക്ലിയർ മെമ്മറൈൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ് പാർട്ട് അല്ലെങ്കിൽ പാർട്ട് ഓഫ് പ്രോട്ടോപ്ലാസം വിതിൻ ന്യൂക്ലിയർ മെമ്മറൈൻ ആണ് ന്യൂക്ലിയോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ മെമ്മറൈന് പുറത്തുള്ള പ്രോട്ടോപ്ലാസം. ഇനി ഇവിടെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട് സൈറ്റോപ്ലാസമായിട്ട് ബന്ധപ്പെട്ട്. സെൽ ഡിവിഷൻ പ്രോസസ്സുകൾ സൈറ്റോപ്ലാസത്തിൽ നടക്കുമ്പോൾ, ആ സെൽ ഡിവിഷൻ പ്രോസസ്സുകളെ കമ്പൈൽ ചെയ്ത് വിളിക്കുന്ന പേരിതാണ് സൈറ്റോകൈനസിസ്. ഇമ്പോർട്ടൻ്റ് ആണ് സൈറ്റോകൈനസിസ്. എന്താണ് സൈറ്റോകൈനസിസ്? സെൽ ഡിവിഷൻ നടക്കുമ്പോൾ ആ പ്രോസസ്സുകൾ സൈറ്റോപ്ലാസത്തിൽ നടക്കുമ്പോൾ ആ നടക്കുന്ന സെൽ ഡിവിഷൻ പ്രോസസ്സുകളെ വിളിക്കുന്ന പേരാണ് സൈറ്റോകൈനസിസ്. മറന്നുപോകരുത്. എന്താണ് സൈറ്റോകൈനസിസ് എന്ന് ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വേറൊരു രീതിയിലും ചോദിക്കാം, എന്താണ് കാരിയോകൈനസിസ്? നമുക്ക് ഇവിടെ ആവശ്യമില്ല, എന്നാലും ന്യൂക്ലിയസിൽ നടക്കുന്ന സെൽ ഡിവിഷൻ പ്രോസസ്സുകളെയാണ് എന്ത് പറയുക? കാരിയോകൈനസിസ് എന്ന് പറയാം. ന്യൂക്ലിയസിൽ നടക്കുന്ന സെൽ ഡിവിഷൻ പ്രോസസ്സുകളെയാണ് കാരിയോകൈനസിസ് എന്ന് പറയാം. കുറേ പോയിന്റുകൾ പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സെല്ലുലാർ കമ്പോണൻസ് ഈസ് ആബ്സെന്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ പ്രൊക്യാരിയോട്സ്? ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ എ, ന്യൂക്ലിയർ മെമ്മറി. ബാക്കിയുള്ള കാര്യങ്ങളൂടെ എക്സ്ട്രാ ആയിട്ട് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: which of the following organelles is or are known as suicide bag of the cell? സൂയിസൈഡ് ബാഗ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്ന സെൽ ഓർഗണൽ ഏതാണ്? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. എന്താണ്? ഓപ്ഷൻസിലേക്ക് നോക്കാം. ലൈസോസോംസ്, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്. ഇപ്പോൾ സൂയിസൈഡ് ബാഗ് അല്ലെങ്കിൽ സൂയിസൈഡ് സാക്ക് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്ന സെൽ ഓർഗണൽ ചോദിച്ചു കഴിഞ്ഞാൽ ലൈസോസോം ആണ്. ഓപ്ഷൻ എ, ലൈസോസോം. എന്തുകൊണ്ടാണ് ലൈസോസോം സൂയിസൈഡ് സാക്ക് ഓഫ് ദ സെൽ എന്നറിയപ്പെടുക എന്നുള്ള പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈസോസോം സൂയിസൈഡ് സാക്ക് ഓഫ് ദ സെൽ എന്നറിയപ്പെടാൻ കാരണം ലൈസോസോമിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനുകളിൽ ഒന്നാണ് ഇൻട്രാ സെല്ലുലാർ ഡയഷൻ.
ഇൻട്രാസെല്ലുലർ ഡൈജഷൻ. ഇൻട്രാസെല്ലുലർ ഡൈജഷൻ. അപ്പം ഇൻട്രാസെല്ലുലർ ഡൈജഷൻ ഈ പറഞ്ഞ ലൈസോസോമിൻ്റെ ഒരു ഫംഗ്ഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻട്രാസെല്ലുലർ ഡൈജഷന് പ്രധാനമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് എൻസൈംസ് ഉണ്ട്. നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ കാണുമ്പോൾ പറയുന്നതാണ് എൻസൈംസ് എന്ന് പറഞ്ഞ മാതിരി സെല്ലിനകത്ത് നടക്കുന്ന ഈ ലൈസോസോമിനകത്ത് നടക്കുന്ന ഇൻട്രാസെല്ലുലർ ഡൈജഷൻ അല്ലെങ്കിൽ ഇൻട്രാസെല്ലുലർ ഡൈജഷൻ പ്രധാനമായിട്ട് ഫംഗ്ഷൻ ആയിട്ടുള്ള ലൈസോസോമിന് കുറച്ച് എൻസൈംസ് ഉണ്ട്. ആ എൻസൈമുകളെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോലൈസസ്. ഹൈഡ്രോലൈസസ് അല്ലെങ്കിൽ ഹൈഡ്രോലിറ്റിക് എൻസൈംസ്. ഹൈഡ്രോലൈസസ് അല്ലെങ്കിൽ ഹൈഡ്രോലിറ്റിക് എൻസൈംസ്. അപ്പോൾ ഹൈഡ്രോലൈസ് അല്ലെങ്കിൽ ഹൈഡ്രോലിറ്റിക് എൻസൈമുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള എൻസൈമുകളാണ്. അതായത് ഇൻട്രാസെല്ലുലർ സെല്ലിനകത്ത് നടക്കുന്ന ഡൈജസ്റ്റീവ് പ്രോസസ്സുള്ള ഒരു ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ സെല്ലിനെ തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ എബിലിറ്റി ഉള്ള കുറച്ച് എൻസൈമുകളാണ് ഹൈഡ്രോലൈസ് എന്ന് പറയുക. അപ്പോൾ ഈ എൻസൈമുകൾ സെല്ലിനെ തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ എബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടെയ്ൻ ചെയ്യുന്നതുകൊണ്ടാണ് ലൈസോസോമിനെ എന്തായിട്ട് പറയുക? സൂയിസൈഡ് ബാഗ് ഓഫ് ദ സെൽ എന്ന് പറയാം. ആ ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെക്കുക. സൂയിസൈഡ് ബാഗ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുക ലൈസോസോം ആണ്. എന്തുകൊണ്ടാണ് സൂയിസൈഡ് ബാഗ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുക? കാരണം ഹൈഡ്രോലൈസിസ് എന്നുള്ള ഒരു കാറ്റഗറി ഓഫ് എൻസൈം കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അവരുടെ ഫംഗ്ഷൻ എന്താണ്? ഇൻട്രാസെല്ലുലർ ഡൈജഷൻ ആണ്. പക്ഷേ സെല്ലിനെ തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ എബിലിറ്റി ഉള്ള കുറച്ച് എൻസൈമുകളാണ് ആ പറഞ്ഞ ഹൈഡ്രോലൈസ്. അത് കണ്ടെയ്ൻ ചെയ്യുന്നതുകൊണ്ടാണ് ലൈസോസോംസ് സൂയിസൈഡ് സാക്ക് ഓഫ് ദ സെൽ എന്നറിയപ്പെടുക. പിന്നെ റൈബോസോം ഒന്നാമത്തെ ക്വസ്റ്റിൽ പറഞ്ഞാണ് പ്രോട്ടീൻ സിന്തസിസ് ഫംഗ്ഷൻ ആയിട്ടുള്ള സെൽ ഓർഗനിലാണ് റൈബോസോം. പ്രോട്ടീൻ സിന്തസിസ് ഫംഗ്ഷൻ ആയിട്ടുള്ള സെൽ ഓർഗനിലാണ് റൈബോസോം. അതേപോലെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം പ്രധാനമായിട്ട് 2 പോയിന്റുകളാണ് പറയുന്നത്. ഒന്ന്, സെല്ലിന് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് കൊടുക്കുന്ന സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ സ്കെൽട്ടൻ എങ്ങനെയാണോ അതേപോലെ സെല്ലിൻ്റെ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് കൊടുക്കുന്നത്. നമ്മുടെ ബോഡിക്ക് സ്ട്രക്ചർ കൊടുക്കുന്ന സ്കെൽട്ടനാണ്. സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് കൊടുക്കുന്ന സ്കെൽട്ടനാണ്. അതേപോലെ സെല്ലിൻ്റെ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് രൂപം കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫ്രെയിംവർക്കായിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ്. ഇപ്പോൾ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം 2 പാർട്ടുണ്ട്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഉണ്ട്, റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഉണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഓർക്കേണ്ടത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്താണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് കൊടുക്കുന്നു. സെല്ലിന് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് കൊടുക്കുന്നു. അതേപോലെ നെക്സ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഇവിടെ തന്നിട്ട് ഗോൾഗി ബോഡീസ് അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ്. ഗോൾഗി അപ്പാരറ്റസ് കണ്ടുപിടിച്ച ആളുടെ പേരൊക്കെ അറിയാം. ആരാണ്? കമീലിയോ ഗോൾഗി. കമീലിയോ ഗോൾഗിയാണ് ഗോൾഗി അപ്പാരറ്റസ് കണ്ടുപിടിച്ചത് അല്ലേ? പേരിൽ നിന്ന് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് കമീലിയോ ഗോൾഗി. കമീലിയോ ഗോൾഗിയുടെ കേസിൽ വേറൊരു രീതിയിലും ചോദിക്കുക. കമീലിയോ ഗോൾഗിക്ക് നോബൽ സമ്മാനം കിട്ടിയത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ 1906 കമീലിയോ ഗോൾഗിക്ക് നോബൽ സമ്മാനം കിട്ടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നോബൽ സമ്മാനം കിട്ടുന്നത്? ഈ പറഞ്ഞ ഗോൾഗി ബോഡീസ് ഡിസ്കവർ ചെയ്തതിനല്ല. കമീലിയോ ഗോൾഗി നെർവസ് സിസ്റ്റത്തെ പറ്റി നടത്തിയ പഠനങ്ങൾക്കാണ് കമീലിയോ ഗോൾഗിക്ക് മറ്റൊരു സയന്റിസ്റ്റിൻ്റെ കൂടെ നോബൽ സമ്മാനം കിട്ടിയത്. അപ്പോൾ ഗോൾഗി ബോഡീസ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പറയേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൽസ് ഈസ് നോൺ എസ് സൂയിസൈഡ് ബാഗ് ഓഫ് ദ സെൽ? ലൈസോസോം ആണ് ആൻസർ. ലൈസോസോം എന്തുകൊണ്ട് സൂയിസൈഡ് സാക്ക് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നു? ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ഹൈഡ്രോലൈസ് അല്ലെങ്കിൽ ഹൈഡ്രോലിറ്റിക് എൻസൈം കണ്ടെയ്ൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇവരെ സൂയിസൈഡ് ബാഗ് ഓഫ് ദ സെൽ എന്ന് അറിയപ്പെടുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: ക്ലോറോഫിൽ പിഗ്മെന്റ് ഈസ് പ്രസന്റ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പോണൻസ് ഓഫ് എ സെൽ? സെല്ലിന്റെ ഏത് ഓർഗണലിലാണ് അല്ലെങ്കിൽ സെല്ലിന്റെ ഏത് കമ്പോണന്റിലാണ് ക്ലോറോഫിൽ പിഗ്മെന്റ് ഉണ്ടാവുക? ക്ലോറോഫിൽ പിഗ്മെന്റ് ഓപ്ഷൻസ് നോക്കാം. മൈറ്റോകോൺട്രിയ ഉണ്ട്, റൈബോസോം ഉണ്ട്, ലൈസോസോം ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ്. ഓപ്ഷൻ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ 4 ക്ലോറോപ്ലാസ്റ്റ്. അപ്പം ക്ലോറോ ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ക്ലോറോപ്ലാസ്റ്റ് എന്നുള്ള സെൽ ഓർഗണലിലാണ് എന്ത് വരിക? ക്ലോറോഫിൽ വരിക. ക്ലോറോപ്ലാസ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ് എന്നുള്ള സെൽ ഓർഗണലിന് 3 പാർട്ടുകളുണ്ട്. അതിൽ ഒന്നാമത്തെ പാർട്ടായിട്ടാണ് എന്ത് പറയുക? ക്ലോറോപ്ലാസ്റ്റ് പറയുക. മറ്റ് 2 പാർട്ടുകൾ ഏതായിരിക്കും? ക്രോമോപ്ലാസ്റ്റ് വരും. അതേപോലെ എന്ത് വരും? ല്യൂക്കോപ്ലാസ്റ്റ് വരും. എന്താണ് ക്രോമോപ്ലാസ്റ്റ്, എന്താണ് ക്ലോറോപ്ലാസ്റ്റ്, എന്താണ് ല്യൂക്കോപ്ലാസ്റ്റ് ചുരുക്കി ഒന്ന് പറയാം. പ്ലാസ്റ്റിഡിന്റെ 3 പാർട്ടുകളാണ്. ക്ലോറോപ്ലാസ്റ്റ് ഒന്നാമത്തേത്. ക്ലോറോപ്ലാസ്റ്റിനാണ് ഏത് പിഗ്മെന്റ് വരിക? ഗ്രീൻ പ്ലാന്റ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്ന ക്ലോറോഫിൽ പിഗ്മെന്റ് വരിക. ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ 2 പാർട്ടുകളൊക്കെ ഉണ്ട്. ഗ്രാനമുണ്ട്, സ്ട്രോമയുണ്ട്. അതേപോലെ തന്നെ ഗ്രാനത്തിൻ്റെ അകത്തുള്ള സ്പെറിക്കൽ ഷേപ്പിലുള്ള സ്ട്രക്ചർ നമ്മൾ തൈലാക്കോയിഡ് എന്ന് പറയും. ഈ തൈലാക്കോയിഡിൻ്റെ അകത്താണ് ശരിക്കും ക്ലോറോഫിൽ കാണപ്പെടുക. അത്രയൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. ഓർത്ത് വെക്കുക, ക്ലോറോപ്ലാസ്റ്റിനകത്താണ് എന്ത് വരിക? ക്ലോറോഫിൽ വരിക. അപ്പോൾ ഗ്രീൻ കളർ കൊടുക്കുന്ന ക്ലോറോഫിൽ പിഗ്മെന്റ് ക്ലോറോപ്ലാസ്റ്റിനകത്ത് കാണപ്പെടുന്നു. ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനും ഒക്കെ കളർ കൊടുക്കുന്ന പിഗ്മെന്റുകൾ കാണപ്പെടുന്ന സെൽ ഓർഗനിലാണ് ക്രോമോപ്ലാസ്റ്റ്. ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനും കളർ കൊടുക്കുന്ന പിഗ്മെന്റുകൾ. ഉദാഹരണം ലൈക്കോപ്പീൻ. ടൊമാറ്റോയ്ക്ക് റെഡ് കളർ കൊടുക്കുന്ന ഒരു പിഗ്മെന്റ് ആണ് ലൈക്കോപ്പീൻ.
ബീറ്റ ക്യാരറ്റിൻ, ക്യാരറ്റിനൊക്കെ യെല്ലോ ഓറഞ്ച് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണ്. ഇതൊക്കെ എവിടെയാണ് കാണപ്പെടുക? പ്രധാനമായിട്ട് ക്രോമോപ്ലാസ്റ്റിലാണ് കാണപ്പെടുക. ലാസ്റ്റത്തെ ല്യൂക്കോപ്ലാസ്റ്റ്, മൂന്നാമത്തെ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിലാണ്. എന്താണ് ല്യൂക്കോപ്ലാസ്റ്റിന്റെ പ്രത്യേകത? ഇത് ഫുഡ് സ്റ്റോറേജ് ഫംഗ്ഷൻ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിലാണ്. ഫുഡ് സ്റ്റോറേജ്, ഓയിൽ സ്റ്റോർ ചെയ്യുന്നു, ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നു, അതേപോലെ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഫംഗ്ഷൻ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡാണ് ല്യൂക്കോപ്ലാസ്റ്റ്. അമൈലോപ്ലാസ്റ്റ്, അലിയൂറോപ്ലാസ്റ്റ്, ഇലയോപ്ലാസ്റ്റ് എന്നൊക്കെ പറയും 3 ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അതിവിടെ പറയുന്നില്ല, ജസ്റ്റ് ഓർത്ത് വെക്കുക. എന്താണ് ക്ലോറോപ്ലാസ്റ്റ്, എന്താണ് ക്രോമോപ്ലാസ്റ്റ്, എന്താണ് ല്യൂക്കോപ്ലാസ്റ്റ്. ഒരെണ്ണം ഗ്രീൻ കളർ കൊടുക്കുന്ന ക്ലോറോഫിൽ പിഗ്മെന്റ് കണ്ടെയ്ൻ ചെയ്യുന്നു. അതേപോലെ ഫോട്ടോസിന്തസിന്റെ 2 പാർട്ടുകൾ നടക്കുന്നത് പ്രധാനമായിട്ടും ക്ലോറോപ്ലാസ്റ്റ് വരെയാണ്. ഫോട്ടോസിന്തസിന് പ്രധാനമായിട്ട് 2 പാർട്ടുകളുണ്ട്. ഒന്ന് ലൈറ്റ് റിയാക്ഷൻസ് ഉണ്ട്, 2 ഡാർക്ക് റിയാക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നടക്കുന്ന സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ക്ലോറോപ്ലാസ്റ്റ് ആണ്. പ്രധാനമായിട്ട് ലൈറ്റിനെ ട്രാപ്പ് ചെയ്യുന്നു. ലൈറ്റിനെ ട്രാപ്പ് ചെയ്യുന്ന ആളാരാണ്? ക്ലോറോഫിൽ പിഗ്മെന്റ് തന്നെയാണ്. ലൈറ്റിനെ ട്രാപ്പ് ചെയ്യുന്ന ഫോട്ടോ റിസെപ്റ്റർ മോളിക്കുളായിട്ട് ആക്ട് ചെയ്യുന്ന ആൾ ചോദിച്ചു കഴിഞ്ഞാലും ക്ലോറോഫിൽ പിഗ്മെന്റ് ആണ്. ഫോട്ടോ റിസെപ്റ്റർ മോളിക്കുളായിട്ട് ആക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ATP മൈറ്റോകോൺട്രിയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. മൈറ്റോകോൺട്രിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, അല്ലെങ്കിൽ എനർജി കറൻസി ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്ന ATPനെ റിയാക്ഷന് വേണ്ടി ക്ഷണിക്കുന്ന ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെയാണ് ക്ലോറോപ്ലാസ്റ്റ് തന്നെയാണ്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ പ്രത്യേകത ഈ പറഞ്ഞ ഫോട്ടോസിന്തസിന്റെ 2 പാർട്ട്, ലൈറ്റ് റിയാക്ഷൻ ഉണ്ട്, ഡാർക്ക് റിയാക്ഷൻ ഉണ്ട്. ഈ പറഞ്ഞ 2 പാർട്ടുകൾ നടക്കുന്ന സൈറ്റ് ക്ലോറോപ്ലാസ്റ്റ് ആണ്. പിഗ്മെന്റ് ക്ലോറോഫിൽ, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നെയിം ദ പ്രോസസ് ത്രൂ വിച്ച് ഗേഷ്യസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ് അക്രോസ് എ സെൽ മെംബ്രെയിൻ. ഒരു സെൽ മെംബ്രെയിനിൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്ന പ്രോസസ്സ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, എൻഡോസൈറ്റോസിസ്, അബ്സോർഷൻ. ഏതായിരിക്കും? ഓപ്ഷൻ 1 ഡിഫ്യൂഷൻ ആണ് ആൻസർ. അപ്പോൾ ഡിഫ്യൂഷൻ എന്താണെന്ന് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഡിഫ്യൂഷൻ? മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് ആണ്. എവിടെ നിന്ന് എങ്ങോട്ട്? ഫ്രം ആൻ ഏരിയ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ കൂടിയ ഒരു ഏരിയയിൽ നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ ഒരു ഏരിയയിലേക്കുള്ള പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ്. എന്തുവഴി? ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ എക്സാമ്പിൾ ആണ് സെൽ മെംബ്രെയിൻ, അല്ലേ? സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെലക്റ്റീവ്ലി പെർമിയബിൾ എന്നൊക്കെ നമ്മൾ പറയും. സെലക്റ്റഡ് ആയിട്ടുള്ള ചില സബ്സ്റ്റൻസിന്റെ പാസേജ് മാത്രം അലോ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മെംബ്രെയിൻസിനെയാണ് സെമി പെർമിയബിൾ അല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയാം. ഇപ്പോൾ ഡിഫ്യൂഷൻ എന്താണെന്ന് ഓർത്ത് വെക്കുക. മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഓസ്മോസിസോ? ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷന് സെയിം തന്നെയാണ്. പക്ഷേ പ്രത്യേകത എന്താണ്? വാട്ടറിന്റെ മൂവ്മെന്റ് ആണ്. മൂവ്മെന്റ് ഓഫ് വാട്ടർ ഫ്രം ഏരിയ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. മൂവ്മെന്റ് ഓഫ് വാട്ടർ ആണ്. എൻഡോസൈറ്റോസിസ് എന്നാണ്? എൻഡോസൈറ്റോസിസ് വേറൊരു രീതിയാണ്. സെമി പെർമിയബിൾ വഴിയുള്ള എന്തെങ്കിലും സോളിഡ് സബ്സ്റ്റൻസിന്റെ ഇൻടേക്കിനെയാണ് എൻഡോസൈറ്റോസിസ് എന്ന് പറയാം. ഉദാഹരണം ഫാഗോസൈറ്റോസിസ്. അമീബ ഫുഡിന്റെ ഇൻടേക്ക് നടത്തുന്ന, സോളിഡ് സബ്സ്റ്റൻസിന്റെ ഇൻടേക്ക് നടത്തുന്ന പ്രോസസ്സിന് എക്സാമ്പിൾ ആണ് ആ ഒരു പ്രോസസ്സ് ഫാഗോസൈറ്റോസിസ് എന്നാണ് പറയുക. ഫാഗോസൈറ്റോസിസ് ഒരു ടൈപ്പ് ഓഫ് എൻഡോസൈറ്റോസിസ് ആണ്. അപ്പോൾ ഗ്യാസിന്റെ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. സെമി പെർമിയബിൾ വഴി ഗ്യാസിന്റെ മൂവ്മെന്റ് ആണ് നടക്കുന്നത് ഡിഫ്യൂഷൻ. വാട്ടറിന്റെ മൂവ്മെന്റ് ആണെങ്കിൽ ഓസ്മോസിസ്. സോളിഡ് സബ്സ്റ്റൻസിന്റെ ഇൻടേക്ക് ആണെങ്കിൽ എന്താണ്? എൻഡോസൈറ്റോസിസ്. അതായത് സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴിയുള്ള സോളിഡ് സബ്സ്റ്റൻസിന്റെ ഇൻടേക്ക് ആണെങ്കിൽ എൻഡോസൈറ്റോസിസ്. ഇത്രയും പോയിന്റുകൾ ഈ ഒരു ക്വസ്റ്റിന്റെ ഓർത്ത് വെക്കുക. ദ പ്രോസസ് ത്രൂ വിച്ച് ഗേഷ്യസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ് അക്രോസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ, അല്ലെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? സെൽ മെംബ്രെയിൻ. അക്രോസ് എ സെൽ മെംബ്രെയിൻ. ഓപ്ഷൻ 1 ഡിഫ്യൂഷൻ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. വിച്ച് മോളിക്യൂൾ ഈസ് നോൺ ആസ് എനർജി കറൻസി ഓഫ് ദ സെൽ? എനർജി കറൻസി ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്ന മോളിക്യൂൾ ഏതാണ്? ഓപ്ഷൻ 1 പൈറുവിക് ആസിഡ്, ഓപ്ഷൻ 2 ഗ്ലൂക്കോസ്, ഓപ്ഷൻ 3 ADP, ഓപ്ഷൻ 4 ATP. ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ 4 ATP ആണ്. എനർജി കറൻസി ഓഫ് ദ സെൽ. ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാരാ? ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയ ആണ്. ATP is produced by മൈറ്റോകോൺട്രിയ. ATP പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് മൈറ്റോകോൺട്രിയനെ വേറൊരു പേരിൽ അറിയപ്പെടുക. മൈറ്റോകോൺട്രിയ is called പവർ ഹൗസ് ഓഫ് ദ സെൽ. സെല്ലിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സെൽ ഓർഗണലാണ് മൈറ്റോകോൺട്രിയ. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ATP അല്ലെങ്കിൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആള് മൈറ്റോകോൺട്രിയ ആണ്. നമ്മൾ മൈറ്റോകോൺട്രിയയുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എന്താണ് മൈറ്റോകോൺട്രിയ വിളിക്കുന്ന മറ്റ് 2 പേരുകൾ? പ്രൊക്യാരിയോട്ടിക് സെൽ, വിതിൻ യൂക്യാരിയോട്ടിക് സെൽ എന്ന് പറയും. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എനർജി കറൻസി ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്ന മോളിക്യൂൾ ATP ആണ്. ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ ഓർത്ത് വെക്കുക ആരാണ്? മൈറ്റോകോൺട്രിയ.
ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സെൽ ഓർഗണൽ മൈറ്റോകോൺട്രിയ. അതുകൊണ്ട് തന്നെ ഇത് എന്തായിട്ട് അറിയപ്പെടുന്നു? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊമോട്ട്സ് സെൽ ഡിവിഷൻ? അപ്പം ഓപ്ഷൻസ് നോക്കിയ സൈറ്റോകൈനിൻ, ഓക്സിൻ, അബ്സിസിക് ആസിഡ്, ജിബ്രാലിൻ. കുറച്ച് പ്ലാന്റ് ഹോർമോൺസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സൈറ്റോകൈനിൻ, ഓക്സിൻ, അബ്സിസിക് ആസിഡ്, ജിബ്രാലിൻ. ഇതിലേത് പ്ലാന്റ് ഹോർമോൺ ആണ് സെൽ ഡിവിഷനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വിച്ച് പ്ലാന്റ് ഹോർമോൺ അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊമോട്ട് സെൽ ഡിവിഷൻ? സൈറ്റോകൈനിൻ, ഓക്സിൻ, അബ്സിസിക് ആസിഡ്, ജിബ്രാലിൻ. ഇതിൽ ആൻസർ ആയിട്ട് വരിക ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള സൈറ്റോകൈനിനാണ്. സൈറ്റോകൈനിനാണ് സെൽ ഡിവിഷനെ പ്രൊമോട്ട് ചെയ്യുന്ന പ്ലാന്റ് ഹോർമോൺ. ഓക്സിനും ജിബ്രാലിനും എന്താണ്? ഓക്സിനൊക്കെ ഒരു ഗ്രോത്ത് ഹോർമോൺ തന്നെയാണ്. ഓക്സിൻ ഒരു ഗ്രോത്ത് ഹോർമോണാണ്, ജിബ്രാലിൻ ഒരു ഗ്രോത്ത് ഹോർമോണാണ്. പക്ഷേ ജിബ്രാലിൻ പ്രധാനമായിട്ടും ഫ്ലവറിങ്ങിന് സഹായിക്കുന്ന ഒരു പ്ലാന്റ് ഹോർമോണാണ് ജിബ്രാലിൻ. അബ്സിസിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻഹിബിറ്റ്സ് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രോത്തിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്, പ്ലാന്റ് ഹോർമോണാണ് അബ്സിസിക് ആസിഡ്. ഇറ്റ് ഇൻഹിബിറ്റ്സ് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഓക്സിജൻ ജിബ്രാലിനൊക്കെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതേപോലെ ഫ്ലവറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺ ചോദിച്ചാൽ ജിബ്രാലിനാണ്. ഇവിടെ സെൽ ഡിവിഷനിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന പ്ലാന്റ് ഹോർമോൺ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സൈറ്റോകൈനിൻ. അപ്പോൾ വേറൊരു പ്ലാന്റ് ഹോർമോണോട് ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സാധനം എത്തിലീൻ. നമ്മൾ എത്തീൻ എന്ന് പറയും. എത്തീൻ ഹൈഡ്രോ കാർബൺസിൽ കാണുന്നതാണ് എത്തിലീൻ. എന്താണ് എത്തിലീൻ്റെ പ്രത്യേകത എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. നാച്ചുറൽ ഹോർമോണാണ്, നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോണാണ്. ആകെ ഗേഷ്യസ് രൂപത്തിൽ കാണുന്ന ദ ഓൺലി പ്ലാന്റ് ഹോർമോൺ വിച്ച് ഈസ് സീൻ ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. ഗേഷ്യസ് രൂപത്തിൽ കാണുന്ന ഒരേ ഒരു പ്ലാന്റ് ഹോർമോണിന് എക്സാമ്പിളാണ് എത്തിലീൻ. ഇറ്റ് ഈസ് ഓൺലി ഹോർമോൺ വിച്ച് ഈസ് സീൻ ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. എത്തീൻ നമ്മൾ പറയും എവിടെയാണ്? ഹൈഡ്രോ കാർബൺസ് കാണുമ്പോൾ ആൽക്കീൻ, ആൽക്കൈൻസ് ഇതൊക്കെ കാണുമ്പോൾ ആൽക്കീൻസിൻ്റെ ഒരു എക്സാമ്പിളാണ് എത്തീൻ. അപ്പോൾ എത്തിലീൻ തന്നെയാണത്. എത്തിലീൻ്റെ പ്രത്യേകത എന്താണ്? പ്ലാന്റ്സിലും കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ഹോർമോണാണ്. ഗേഷ്യസ് രൂപത്തിൽ കാണുന്ന ഒരേ ഒരു പ്ലാന്റ് ഹോർമോണാണ് എത്തിലീൻ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്തായിരുന്നു? സെൽ ഡിവിഷനെ സഹായിക്കുന്ന പ്രൊമോട്ട് ചെയ്യുന്ന പ്ലാന്റ് ഹോർമോൺ ഏതാണ്? സൈറ്റോകൈനിൻ. ഓപ്ഷൻ 1 സൈറ്റോകൈനിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ചോദ്യം ഇതാണ്. ഫംഗൽ സെൽ വാൾ ഈസ് മെയ്ഡ് ഓഫ് ഹാർഡ് കോംപ്ലക്സ് ഷുഗേഴ്സ് കോൾഡ്. ഇത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓപ്ഷൻ 1 കൈറ്റിൻ. കൂടുതൽ സമയം അതിൽ കളയേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി ഒന്നാമത്തെ ക്വസ്റ്റിൽ പറഞ്ഞാണ്. സെൽ വാൾ ആരെങ്കിലൊക്കെ കാണുന്നത്? ഫംഗയിൽ കാണും, പ്ലാന്റ്സിൽ കാണും, ബാക്ടീരിയയിൽ കാണും. ബാക്ടീരിയയുടെ ആണെങ്കിൽ പെപ്റ്റിഡോഗ്ലിക്കാൻ എന്നുള്ള കമ്പോണൻ്റ് ആണ് കാണപ്പെടുക. ഫംഗയിലാണെങ്കിൽ കൈറ്റിൻ എന്നുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് കാണപ്പെടുക. അതേപോലെ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ സെല്ലുലോസ് ആണ് കാണപ്പെടുക. അപ്പോൾ ഫംഗൽ സെൽ വാൾ ഈസ് മെയ്ഡ് ഓഫ് ഹാർഡ് കോംപ്ലക്സ് ഷുഗേഴ്സ് കോൾഡ് ആസ് കൈറ്റിൻ. ഓപ്ഷൻ 1 കൈറ്റിൻ. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ചോദ്യം ഇതാണ്. ഡാഷ് ഈസ് എ പാർട്ട് ഓഫ് DNA വിച്ച് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ എ പ്രോട്ടീൻ. DNAയുടെ ഒരു പാർട്ട്, പ്രോട്ടീനുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്ന DNAയുടെ പാർട്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഓപ്ഷൻസിലേക്ക് പോവാം. ക്രോമോസോംസ്, ന്യൂക്ലിയസ്, ട്രേറ്റ്, ജീൻ. ആൻസർ ഏതായിരിക്കും? ആൻസർ ആയിട്ട് പറയാം ഓപ്ഷൻ 4 ജീനാണ്. ഓപ്ഷൻ 4 ജീൻ. അവിടെ പ്രത്യേകിച്ച് വേറെ ഡിസ്കസ് DNA-യുടെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാം. ഡിയോക്സി റൈബോ ന്യൂക്ലിയിക് ആസിഡ് ആണ് DNA-യുടെ ഫുൾ ഫോം. DNA-നെ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ, പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണ്? ഡബിൾ ഹീലിക്സ് സ്ട്രക്ചർ ആണ്. ഈ ഡബിൾ ഹീലിക്സ് സ്ട്രക്ചർ പ്രൊപ്പോസ് ചെയ്യുന്ന ആളുടെ പേര്, 2 പേരുണ്ട്. വാട്സൺ ആൻഡ് ക്രിക്ക്. 2 പേരാണ് DNA-യുടെ ഡബിൾ ഹീലിക്സ് സ്ട്രക്ചർ പ്രൊപ്പോസ് ചെയ്യുന്നത്. വാട്സൺ ആൻഡ് ക്രിക്ക്. അതേപോലെ DNA-നെ ആദ്യമായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത ആളുടെ പേര് ഫ്രെഡറിക് മീഷർ. ആദ്യമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആൾ ഫ്രെഡറിക് മീഷർ ആണ്. പഠിക്കാൻ വേണ്ടി ഒരു സ്ട്രക്ചർ ഡബിൾ ഹീലിക്സ് എന്നുള്ള സ്ട്രക്ചർ തരുന്ന ആളുടെ പേര് വാട്സൺ. 2 പേരാണ്, വാട്സൺ ആൻഡ് ക്രിക്ക്. അവിടെ DNA-യുടെ കേസിൽ ഈ 2 പോയിന്റുകൾ ഓർത്ത് വെക്കുക. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സൈറ്റോളജി ഈസ് ദ സ്റ്റഡി ഓഫ്. ചോദ്യം ഇതാണ്. സൈറ്റോളജി ഈസ് ദ സ്റ്റഡി ഓഫ്. എന്തിനെ പറ്റിയുള്ള പഠനമാണ് സൈറ്റോളജി? ഓപ്ഷൻസ് നോക്കിയേ. സെൽസ്, ക്ലോറോപ്ലാസ്റ്റ്, ടിഷ്യൂസ്, ജീൻസ്. ഏതാണ് ആൻസർ ആയിട്ട് വരിക? സെൽ.
ഇവിടെ മറ്റൊന്നും അറിയാനില്ല. സെല്ലിനെ പറ്റിയുള്ള പഠനമാണ് സൈറ്റോളജി എന്നറിയപ്പെടുക. സൈറ്റോളജിയുടെ പിതാവ് എന്നറിയപ്പെടുക, ഫാദർ ഓഫ് സൈറ്റോളജി ആരാണ്? റോബർട്ട് ഹുക്കാണ്. ഫാദർ ഓഫ് സൈറ്റോളജി എന്നറിയപ്പെടുക റോബർട്ട് ഹുക്കാണ്. എന്തുകൊണ്ടാണ് ഫാദർ ഓഫ് സൈറ്റോളജി റോബർട്ട് ഹുക്ക് അറിയപ്പെടുക? ആദ്യമായിട്ട് സെല്ല് ഡിസ്കവർ ചെയ്ത ആൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? റോബർട്ട് ഹുക്കാണ്. റോബർട്ട് ഹുക്ക് സെല്ല് ഡിസ്കവർ ചെയ്ത വർഷം 1665, 1665. 1665 സെല്ല് ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റ് ആണ്, സൈറ്റോളജിസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് സൈറ്റോളജിസ്റ്റ് അറിയപ്പെടുക? സ്റ്റഡി ഓഫ് സെൽ. റോബർട്ട് ഹുക്ക് ഡിസ്കവർ ചെയ്ത സെല്ല് പക്ഷേ എന്തായിരുന്നു? ഡിസ്കവർ ചെയ്ത സെല്ല് നോൺ ലീവിങ് ആയിട്ടുള്ള സെല്ലായിരുന്നു. നോൺ ലീവിങ് ആയിട്ടുള്ള സെല്ലാണ്. അപ്പം നോൺ ലീവിങ് ആയിട്ടുള്ള സെല്ലാണ് ഇത് ഡിസ്കവർ ചെയ്യുക. ഹണികോം പോലുള്ള സ്ട്രക്ചേഴ്സ്, വുഡൻ കോർക്കിനെ ഒബ്സർവ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നത് അല്ലേ. വുഡൻ കോർക്കിൽ നിന്നാണ് ഈ ഒരു സെല്ലിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റോബർട്ട് ഹുക്ക് കണ്ടുപിടിക്കുന്ന സെല്ലുകൾ എന്താണ്? നോൺ ലിവിങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ലിവിങ് ആയിട്ടുള്ള സെൽസ് കണ്ടുപിടിച്ച ആൾ ആദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ലിവിങ് ആയിട്ടുള്ള സെൽസ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ല്യൂവൻ ഹോക്കാണ്. ല്യൂവൻ ഹോക്ക് വർഷം 1674, 1674 ആന്റണി ഇവാൻ ല്യൂവൻ ഹോക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് എന്ത് കണ്ടുപിടിക്കുക? ജീവനുള്ള കോശം കണ്ടുപിടിക്കുക. ഈ ജീവനുള്ള കോശങ്ങളെ ഇദ്ദേഹം വിളിച്ചിരുന്ന പേര് ആനിമൽക്യൂൾസ് എന്നാണ്. ആനിമൽക്യൂൾസ്, ജീവനുള്ള കോശം അദ്ദേഹം ഡിസ്കവർ ചെയ്യുന്നു. ഡിസ്കവർ ചെയ്തിട്ട് അദ്ദേഹം അതിനെ വിളിച്ചിരുന്ന പേര് ആനിമൽക്യൂൾസ് എന്നാണ്. ഇപ്പോൾ ഈ ആനിമൽക്യൂൾസ് എന്നുള്ള ഈ സാധനമാണ് പിന്നീട് മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് അറിയപ്പെടുക. മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് അറിയപ്പെടുന്ന ഈ ആനിമൽക്യൂൾസ് എന്ന് പറയുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് ആരറിയപ്പെടുക? ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് ല്യൂവൻ ഹോക്ക് അറിയപ്പെടുക. ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് ല്യൂവൻ ഹോക്ക് അറിയപ്പെടാനുള്ള കാരണം ഇതാണ്. ആദ്യമായിട്ട് ജീവനുള്ള ഒരു കോശം അദ്ദേഹം കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിച്ചെന്താണ്? ആനിമൽക്യൂൾസ് ആണ്. ആനിമൽക്യൂൾസിന്റെ പ്രത്യേകത എന്താണ്? പിന്നീട് മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് മാറിയ, അല്ലെങ്കിൽ പിന്നീട് മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് കണക്കാക്കപ്പെട്ട സാധനങ്ങളെയാണ് ആനിമൽക്യൂൾസ് എന്ന് പറയുക. ആനിമൽക്യൂൾസിനെ ഡിസ്കവർ ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ഫാദർ ഓഫ് മൈക്രോബയോളജി എന്നറിയപ്പെടുക. അതേപോലെ തന്നെ ഓർത്ത് വെക്കേണ്ട പോയിന്റ്, ജീവനുള്ള കോശം ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത ആൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആന്റണി ഇവാൻ ല്യൂവൻ ഹോക്ക്. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റൈബോസോംസ് മേക്ക്. റൈബോസോംസ് എന്തുണ്ടാക്കുന്നു? ഇത് ഓൾറെഡി നമ്മൾ മുൻപത്തെ ഏതോ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു പോയിട്ടുണ്ട്. റൈബോസോം സിന്തസിസ് പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുന്ന സെൽ ഓർഗനുകളാണ് റൈബോസോം. ദേ സിന്തസൈസ് പ്രോട്ടീൻ. അപ്പോൾ റൈബോസോം എന്തുണ്ടാകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഉണ്ടാകുന്നു. റൈബോസോമിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? RNA മോളിക്യൂൾസ് ആണ്. RNA മോളിക്യൂൾസ് ആണ്. റൈബോ ന്യൂക്ലിയിക് ആസിഡ്, ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് ഓഫ് റൈബോസോംസ്. അപ്പോൾ റൈബോസോമിലേക്ക് അമിനോ ആസിഡിനെ എത്തിക്കുന്ന ആൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ട്രാൻസ്ഫർ RNA ആണ്. ട്രാൻസ്ഫർ RNA അല്ലെങ്കിൽ tRNA. എന്തിനു വേണ്ടിയിട്ടാണ് റൈബോസോമിലേക്ക് അമിനോ ആസിഡിനെ എത്തിക്കുക? അമിനോ ആസിഡിനെ റൈബോസോമിലേക്ക് എത്തിക്കാൻ കാരണം അമിനോ ആസിഡ് എന്താണെന്ന് നമുക്കറിയാം. അമിനോ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് യൂണിറ്റ് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ സിംപ്ലസ്റ്റ് യൂണിറ്റ് ആണ് അമിനോ ആസിഡ്. അപ്പോൾ അമിനോ ആസിഡ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് രൂപപ്പെടുത്താൻ സാധിക്കുള്ളൂ? പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ അമിനോ ആസിഡിനെ ഈ പറഞ്ഞ റൈബോസോമിലേക്ക് എത്തിക്കുന്ന ആൾ ട്രാൻസ്ഫർ RNA ആണ്, tRNA. ഇവിടെ റൈബോസോമിൽ കാണപ്പെടുന്ന RNA മോളിക്യൂൾസ് ആണ്. ജനറലി പറയുമ്പോൾ അങ്ങനെ പറയാം, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് എങ്ങനെ പറയാം? rRNA അല്ലെങ്കിൽ റൈബോസോമൽ RNA. ഇത്രയും പോയിന്റുകൾ ഓർത്ത് വെക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓരോന്ന് റിവിഷൻ ചെയ്യുക. ശരി, താങ്ക് യു.